ഹായ് ഓൾ, ഐ ആം അഷ്മിക. വെൽക്കം ടു അഷ്മികാസ് വേൾഡ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ആഴ്ചത്തെ ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. 2024 JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഉപമന്യു ചാറ്റർജി. സംസ്ഥാനത്ത് ആദ്യമായി ഗവൺമെൻറ് LPS പുനലൂരിൽ അവതരിപ്പിച്ച 4 ഭാഷകളിൽ സംസാരിക്കുന്ന AI അധ്യാപിക നോവ. കേന്ദ്ര സർക്കാർ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന 8 ടൗൺഷിപ്പ് പദ്ധതികളുടെ ചുരുക്കപ്പട്ടികയിൽ തിരുവനന്തപുരം ഉൾപ്പെട്ട പദ്ധതി 1000 കോടി ധനസഹായം ലഭിക്കുന്ന നിയോപോളിസ് പദ്ധതി. രാജ്യവ്യാപകമായി 35 ഹൈഡ്രജൻ ട്രെയിനുകൾ ഇറക്കിയേക്കും. ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുന്ന 5ാമത്തെ രാജ്യമാകാൻ ഇന്ത്യ. ട്രെയിനിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്ന അതിസങ്കീർണ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് കൊച്ചിയിലെ ഫ്ലൂയിട്ര. ശുദ്ധവായുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് തൃശ്ശൂർ. രാജ്യത്ത് 4ാം സ്ഥാനവും കരസ്ഥമാക്കി. WHO മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിക്കാൻ പോകുന്ന നഗരം തിരുവനന്തപുരം. ഇന്ത്യ 2024 നവംബറിൽ എയർ ടു എയർ ഇന്ധനം നിറയ്ക്കൽ കരാറിന് ഒപ്പുവെച്ച രാജ്യം ഓസ്ട്രേലിയ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.